തെരഞ്ഞെടുപ്പ് കാലമാണല്ലേ. അപ്പോൾ തെരഞ്ഞെടുപ്പ്, രാഷ്ട്രീയപരമായിട്ടുള്ള വാർത്തകൾ ഇവയൊക്കെ വരുന്നത് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് കൗതുകമുള്ള കുറേ വാർത്തകളും അതുമായി ബന്ധപ്പെട്ട് നമ്മളിലേക്ക് വരും. അപ്പോൾ ഇന്നത്തെ തത്സമയം റിപ്പോർട്ടറിൽ നമ്മൾ ആദ്യം പോകുന്നത് ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള അതിലേറെ കൗതുകമുള്ള ഒരു വ്യക്തിയെക്കുറിച്ചാണ്. TVK നേതാവും നടനുമായ വിജയ്ക്കെതിരെ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചയാൾ. ആളുടെ പേര് ഡോക്ടർ കെ പത്മരാജൻ. ആരാണ് ഈ പത്മരാജൻ എന്നല്ലേ? ആളെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കറിയും, എന്നാലും ഒന്ന് കണ്ടു നോക്ക്. 38 വർഷക്കാലയളവിനിടെ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം 252 തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് പരാജയപ്പെട്ട ഒരാൾ എന്നോടൊപ്പം ഉണ്ട്. കണ്ണൂരിൽ കുടുംബവേരുകളുള്ള സേലം സ്വദേശി ഡോക്ടർ കെ പത്മരാജൻ. തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പാണ്. ഇക്കുറി മത്സര രംഗത്തുണ്ടോ? ഇപ്രാവശ്യം ഞാൻ വന്നിട്ട് വിജയിനെതിരെ മത്സരിക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ എൻ്റെ സ്വന്തം മണ്ഡലമായ മേട്ടൂരിലും മത്സരിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ മത്സരിച്ച് വരുമ്പോൾ 253 മേട്ടൂരും 254 വിജയിക്കെതിരെയാണ് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ 2 സ്ഥലത്തേ മത്സരിക്കാനുള്ള റൂൾ ഉള്ളതുകൊണ്ട് 2 സ്ഥലത്തേ മത്സരിക്കാൻ പറ്റുള്ളൂ. നേരത്തെ 1996 5 സ്റ്റേറ്റ് 8 സ്ഥലങ്ങൾ കൊടുത്തായിരുന്നു. അപ്പോഴാണ് ഈ റൂള് മാറിയത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ 2 സ്ഥലത്തേ പറ്റുള്ളൂ. പഞ്ചായത്ത് മുതൽ പാർലമെന്റ് വരെ നാട്ടിലും മറുനാട്ടിലും അയലത്തും അങ്ങ് തലസ്ഥാനത്തും തിരഞ്ഞെടുപ്പോ ഉപതിരഞ്ഞെടുപ്പോ മത്സരത്തിന് പത്മരാജൻ തയ്യാറാണ്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ വൈകില്ല. നാമനിർദ്ദേശ പത്രിക നൽകും. സൂക്ഷ്മ പരിശോധനാ വേളയിലും ഉണ്ടാകും. ബാലറ്റിൽ പേരുണ്ടെന്നുറപ്പായാൽ സ്ഥലം വിടും. അതാണ് പ്രകൃതം. 6 രാഷ്ട്രപതി, 7 ഉപരാഷ്ട്രപതി, അതുപോലെ വാജ്പേയി, നരസിംഹറാവു, ജയലളിത, കരുണാനിധി, AK ആന്റണി, വയലാർ രവി, യെഡിയൂരപ്പ, ബംഗാരപ്പ, SM കൃഷ്ണ, വിജയ് മല്ലയ്യ, സദാനന്ദ ഗൗഡ, ജഗദീഷ് ഷട്ടർ, സിദ്ധരാമയ്യ, ഇവർക്കൊക്കെ എതിരെ നോമിനേഷൻ കൊടുത്ത് റെക്കോർഡ് ചെയ്തു. ലാസ്റ്റ് പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി, അതുപോലെ നരേന്ദ്രമോദിയുടെ വഡോദര, വാജ്പേയിയുടെ ലക്നോ, അസം മൻമോഹൻ സിംഗ്. നരസിംഹറാവുവിനെതിരെ മത്സരിച്ച് പണ്ടേന്ന് കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയി 1991. അതിനുശേഷമാണ് ഈ രംഗം വളരെ ഇതായിട്ട്, അതുകൊണ്ടാണ് ഇത് ആകർഷിക്കപ്പെട്ടത്. പോസ്റ്റർ അടിക്കില്ല, ബോർഡ് വെക്കില്ല, നോട്ടീസ് ഇറക്കില്ല. എന്തിന്? വോട്ട് തേടി ആരെയും സമീപിക്കുക പോലുമില്ല. എല്ലായിടത്തും പരാജയമാണ് ലക്ഷ്യം. ഇത്രത്തോളം തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട് കെട്ടിവെച്ച കാശടക്കം എത്ര രൂപ ചെലവായിട്ടുണ്ടാകും? പത്മരാജന്റെ പക്കൽ കണക്കുണ്ട്. കോടിക്ക് മേലെ ചെലവ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ 1988 തുടങ്ങിയതാണ്. അപ്പോൾ ചെറുതായിട്ട് ഞാൻ ചെറിയൊരു പഞ്ചറട വെച്ചിരിക്കുകയാണ്. അതിൻ്റെ വരുമാനം അങ്ങനെയൊക്കെ വന്നിട്ട് അങ്ങനെയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 38 കൊല്ലമായി തുടങ്ങിയിട്ട്. പല തിരഞ്ഞെടുപ്പുകളിലും ഒരാൾ പോലും പരിഗണിക്കാതെ വന്നിട്ടുണ്ട്. 1ഉം 2ഉം അതിനു മേലും കിട്ടിയ സംഭവങ്ങളുമുണ്ട്. സേലം മേട്ടൂർ രാമൻ നഗറിലാണ് സ്ഥിരതാമസം. ഭാര്യയും വിദേശത്ത് ജോലി ചെയ്യുന്ന മകനും അടങ്ങുന്നതാണ് കുടുംബം. നാട്ടിൽ സ്വന്തമായി ഏതാനും കടമുറികളുണ്ട്. ഇതിന്റെ വാടകയാണ് പ്രധാന വരുമാന മാർഗം. പണം എത്ര കിട്ടിയാലെന്താ, എല്ലാം മത്സരിച്ച് കളയുകയല്ലേ പത്മരാജൻ എന്നാണ് നാട്ടുകാരും പറയുന്നതത്രേ. 1991 തമിഴ്നാട്ടിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ 3.5 വയസ്സുകാരനായ മകന്റെ പേരിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചും കെ പത്മരാജൻ വാർത്തകളിൽ ഇടം നേടിയിട്ടുണ്ട്. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്. CK അഭിലാൽ തന്നെ നമ്മുടെ ഉണ്ട്. അഭിലാൽ, ഇത് എത്ര വർഷം കൊണ്ട് തുടങ്ങിയതാണല്ലേ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ? ഈ പറഞ്ഞതുപോലെ കൗതുകകരമായ കുറേ കാര്യങ്ങളും കുറേ വിവരങ്ങളും നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് നിന്ന് ലഭിക്കും. അങ്ങനെയുള്ള ഒരാളാണ് ശരിക്കും പത്മരാജൻ എന്നുള്ളത്. എത്ര പത്രികകൾ എണ്ണി പോവുകയാണെങ്കിൽ 200-ലധികം അല്ലേ, അത്രയൊക്കെ പറയേണ്ടി വരും. ഇത് ഇത്തവണ വിജയ്ക്കെതിരെ മത്സര രംഗത്തുണ്ടാകും എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇങ്ങനെ മത്സരിക്കണം എന്നൊരു ആഗ്രഹം അത് വീണ്ടും വീണ്ടും ഉണ്ടാകുന്നത്? അത് ഇപ്പോഴും ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ചെറിയ കൊമ്പൻ മീശയൊക്കെയുള്ള പത്മരാജനെ ഇക്കുറി ശബരിമലയിൽ വെച്ചാണ് കാണുന്നത്. കണ്ടപാടെ ചോദിച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്, സ്ഥാനാർത്ഥിയാകുമല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഒട്ടും വൈകാതെ മറുപടി വന്നു, നടൻ വിജയ് ഏത് മണ്ഡലത്തിൽ മത്സരിക്കുന്നു അവിടെയായിരിക്കും താൻ സ്ഥാനാർത്ഥിയാവുക എന്നുള്ളത്. 68 വയസ്സുണ്ട് പ്രായം. 1988 ആദ്യമായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. പിന്നീട് അത് ഹരമായി മാറുകയാണ് ഉണ്ടായത്. ഭാര്യ ഏറ്റവും വലിയ എതിർപ്പ് പ്രകടിപ്പിച്ച ആളാണ്. എന്നാൽ പിന്നീട് പത്മരാജൻ്റെ ഓടൊപ്പം ചേർന്ന് അവരും കുടുംബാംഗങ്ങളുമൊക്കെ തന്നെ ഓരോ തെരഞ്ഞെടുപ്പിനെയും പറ്റി ഹരത്തോടുകൂടി ഏറ്റുവാങ്ങുന്ന സ്ഥിതി ഉണ്ടായി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പല തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹത്തിന് വോട്ടൊന്നും കിട്ടിയിട്ടില്ല. ചില തെരഞ്ഞെടുപ്പുകളിൽ 1ഉം 2ഉം കിട്ടി, ചിലത് 100 കിട്ടി. പക്ഷേ 2011 മേട്ടൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ലഭിച്ച ജനപിന്തുണയാണ് ഇപ്പോഴും അദ്ദേഹത്തെ ആശ്ചര്യപ്പെടുത്തുന്നത്. 6273 പേരാണ് ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് വോട്ട് ചെയ്തത്. എന്തായാലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നതിനപ്പുറത്തേക്ക് യാതൊരു ലക്ഷ്യങ്ങളും ഇദ്ദേഹത്തിനില്ല. അവസാന ഘട്ടം വരെ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ
ഭാഗമാകുകയില്ല. തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക അതിൻ്റെ സൂക്ഷ്മ പരിശോധനാ വേളയിൽ വരെ ഹാജരാകും. പിന്നീട് മുങ്ങുന്ന പത്മരാജനെ പിന്നീട് അടുത്ത ഒരു തെരഞ്ഞെടുപ്പ് വേളയിലായിരിക്കും നമുക്ക് കാണാം. ഓക്കെ, അങ്ങനെ ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ദാ ഈ ഒരു പേര് എവിടെയെങ്കിലും കേൾക്കാം. അപ്പോൾ ഏറെ കൗതുകമുള്ള ഒരു കാര്യമാണല്ലേ, സൂക്ഷ്മ പരിശോധനയൊക്കെ കഴിഞ്ഞതിന് ശേഷം പേരുണ്ട് എന്ന് ഉറപ്പിക്കുകയാണെങ്കിൽ ആളെ പിന്നെ അവിടെ കാണത്തില്ല. ഒരു കൗതുകമുള്ള കാര്യം, നമ്മൾ ഈ പറഞ്ഞു പോകുന്ന പോലെ തന്നെ എത്രയോ കാലങ്ങളായിട്ട് ഇങ്ങനെ തുടർന്ന് പോകുന്നതാണ്. ഇങ്ങനെയും ചില മനുഷ്യരുണ്ട്, ഇങ്ങനെയും കൗതുകമുള്ള വാർത്തകൾ. അപ്പോൾ തിരഞ്ഞെടുപ്പ് അതുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രം അത് പത്മരാജനിൽ കൂടി പോകുന്നതായിരിക്കും എന്നുകൂടി വേണമെങ്കിൽ പറയാം.